രാവിലെ നമുക്ക് നമ്മുടെ കൃഷ്ണൻകുട്ടി നായരുമായിട്ട് അനുഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവയ്ക്കാം കേട്ടോ. 2025 ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നുപോയി കൃഷ്ണൻകുട്ടി നായരെ. 2026 എന്നെ കരകയറ്റു. എൻ്റെ കൃഷ്ണൻകുട്ടി നായരെ 2026 ഈ പാവത്തിന് കരകയറ്റു. സത്യമല്ലേ പിള്ളേർ? നിങ്ങളത് ചോദ്യം ചുമ്മാ കണ്ണും പൂട്ടി നിൽക്കും. എന്തോ എന്ന് പറഞ്ഞാലും ഇങ്ങനെ നിൽക്കാം. ഒരു കണ്ണെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണും പൂട്ടി നിൽക്കുക കേട്ടോ. സുപ്പുവിനെ കാണുന്നതേ ഇല്ല, ഇപ്പം മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. എന്ന് വെച്ചാൽ കേട്ട് 25 ഫുള്ള് ഇവിടെ വന്ന് വരുന്ന കഥ പറച്ചിലായിരുന്നു കേട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൃഷ്ണൻ്റെ അടുത്ത്, സത്യമായിട്ടുമാണ്. അപ്പോഴും 2026 സുപ്പ് ഇവിടെ ചാർജ് എടുത്തേക്ക് എല്ലാ പരിഭവങ്ങളും പറയും, സത്യമായിട്ടുമാണ്. അപ്പോൾ ഞാൻ തുടങ്ങി വിടാൻ 2026 ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ സ്വകാര്യങ്ങൾ കൈമാറാൻ തുടങ്ങി. അല്ലേ എൻ്റെ കൃഷ്ണൻകുട്ടി നായർ എന്തോ അവൻ്റെ ഗമയിലൊക്കെ നിൽക്കുന്നത്. വന്ന് ഒരു മൈൻഡും ഇല്ല ഡേറ്റ, നമ്മളെയൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? നോക്കിയിട്ട് 2026 2 തീയതി കണ്ടറിയണം, കേട്ടറിയണം. എൻ്റെ കള്ളക്കണ്ണാ കൈ പിടിച്ച് കരകയറ്റുമോ എന്നെ? എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പാ, ഈ കരകയറ്റുമോ ഞങ്ങളെയൊക്കെ? എന്നെ മാത്രമല്ല, ദേ അവരെയും കൂടെ കേട്ടോ. എല്ലാം കൃഷ്ണൻ്റെ മക്കളുമാരാണ്, അവരെയും കൂടെ കരകയറ്റണം അല്ലേ? നിങ്ങളെ കരകയറ്റേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കൂടെ ആക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് സത്യമായിട്ടുമാണ്, എല്ലാവരെയും കരകയറ്റണേന്ന്. നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ ഏറ്റതാണ് നീ. ചിലപ്പോൾ കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടോ, അത് സാരമില്ലത്. അതൊക്കെ നമ്മുടെ കൃഷ്ണൻകുട്ടി നായരല്ലേ, ഇട്ട് കളയാം നമുക്കല്ലേ? അല്ലേ കൃഷ്ണൻകുട്ടി നായർ? അപ്പോൾ നമുക്ക് എന്താണ് പരിപാടി? രാവിലെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കുറച്ച് ഞാൻ വീഡിയോ വേറൊന്നും എടുത്തിട്ടില്ല കേട്ടോ, നിങ്ങളെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കാണാൻ പോകാം. ഓക്കെ, ഇന്നും നമ്മുടെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴാ വിശേഷങ്ങളൊക്കെ എന്താ വലിയ വിശേഷങ്ങളൊന്നുമല്ല കേട്ടോ, കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോഴതൊക്കെ നമുക്കൊന്ന് കാണാം. പാചകമൊന്നും ഇല്ലെന്നേ, പാചകമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോഴും ഞാൻ നിങ്ങളെ സൂത്രങ്ങളൊക്കെ കാണിച്ചു തരാം, ഇവിടുത്തെ സൂത്രങ്ങളൊക്കെ കേട്ടോ. ഇതാ കേട്ടോ എൻ്റെ ഞാൻ ഇഷ്ടംമാതിരി നമുക്ക് ഈ പിച്ചിപ്പൂ ഉണ്ടല്ലോ, ദേ എനിക്കിരിക്കാൻ പാകത്തിന് ഞാൻ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി. ഇതുണ്ടാണ് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി. സുപ്പുനി മുറ്റമൊക്കെ തൂക്കുമ്പോഴേ കാലുവേദന, കൈവേദന, നടുവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞാൻ ഓടിച്ചാടി ഇവിടെ വന്നിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചിന്നും പൊന്നും ഒക്കെയാണ് ആയിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് സുപ്പ് വന്നിരിക്കുന്നത്. എൻ്റെ താവളം ഇതാണ്. ക്ഷീണിക്കത്തില്ലേ നമ്മൾ, മുറ്റമൊക്കെ തൂത്ത് ക്ഷീണിക്കത്തില്ലേ? അപ്പോഴിവിടെ ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഇവൻ്റെ മൂട്ടിലെല്ലാം ചെടി എടുത്ത് വെച്ചേക്കും കേട്ടോ. ചെടി വെയിലല്ലേ, അപ്പോൾ വെയിലായതുകൊണ്ട് ചെടിയൊക്കെ എടുത്ത് വെച്ചൊക്കെയാണ്. നമുക്കില്ല അവിടെ ഒരു ഓമയ്ക്കാക്കൂട്ട നിൽക്കണ്ടേ, ഓമയ്ക്കാക്കൂട്ടനെ ഒന്ന് ഉന്തി തള്ളി മറിച്ചുകൊണ്ട് വരാം. ഞാൻ 2 ദിവസം കൊണ്ട് നോക്കുന്നത്, പക്ഷേ കിളിയോ വല്ലതും കുത്തിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോഴും കൂടെ വായോ ഓമയ്ക്ക കുത്തിയിടുന്നു. ഓമയ്ക്ക കുത്തിയിടുന്നത് കാണും. വെയിൽ ചാടിയാണ് സുപ്പ് ഇറങ്ങുന്നത്. ഈശ്വര, ഇതൊക്കെ എൻ്റെ ഓരോ ഇതാണ് കേട്ടോ. ഉയരമുള്ള സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ ചാക്കെടുത്തിടും മണ്ണും, എന്നിട്ട് ഞാൻ അതുവഴി ഇങ്ങനെ കള്ളന്മാരൊന്നും ഇതൊന്നും അനുകരിക്കരുത് കേട്ടോ. കള്ളന്മാരൊന്നും ഇതൊന്നും അനുകരിക്കരുത് ഈ സുപ്പൻ്റെ പരിപാടി. ഈശ്വര, ഓമയ്ക്ക കുത്താൻ വന്ന് എന്നെ കിളി പറ്റിച്ച് കേട്ടോ. അതോ കിളി കൊണ്ടുപോയി. ഞാൻ വലിയ നേരത്തെ നിങ്ങളെ കാണിക്കാം, കുത്തുന്നത് കാണിക്കാം, വീഴ്ത്തുന്നത് കാണിക്കാം ഒന്നും പറഞ്ഞതേ കിളിയാശാന്മാർ കൊണ്ടുപോയി കാണിക്കാൻ ഞാൻ വലിയ ഒരു ഹോൾ ഇട്ട് വെച്ചേക്കുന്നു. ദേ കണ്ടോ, ഞാൻ നല്ലൊരു ഓമയ്ക്കായിരുന്നു കേട്ടോ, നല്ലൊരു ഓമയ്ക്കായിരുന്നു. രാവിലെ അത് കുത്തിയിടണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ കിളിയമ്മാവന്മാർ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത്? എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് വലിയ സൈസ് ഓമയ്ക്ക, വലുതും ഉണ്ട് ചെറുതുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ദേ കണ്ടോ, വലിയൊരു ഹോൾ ഉണ്ടാക്കി വെച്ചേക്കുന്നത്.
എന്നോട് തലയ്ക്ക് മീതെ ഓമയ്ക്ക വഴുത്തിരിക്കുന്നത് കേട്ടോ. സുപ്പ് വലിയ അടുത്ത് എന്താ ഓമയ്ക്ക കുത്തിയിടാൻ വന്നത് അതേ എല്ലാ അവന്മാരും കൊണ്ടുപോയി. കള്ളന്മാരല്ലേ, ദുഷ്ടന്മാർ സുപ്പുവിനെ പറ്റിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പായ്ക്കൊക്കെ ഇടണമെന്ന് കേട്ടോ. പക്ഷെ പായ്ക്കിടാനൊന്നും എനിക്ക് ഓമയ്ക്ക കിട്ടിയില്ല പിള്ളേരെ. ഇതേ അവന്മാർ അടിച്ചുകൊണ്ട് പോയി. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേക്ക്. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇതേപോലുള്ള എന്താ വാഴച്ചെടിയുണ്ടോ? നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. പണ്ടത്തെ ചെടി ഇതൊക്കെ അല്ലേ, പണ്ടത്തെ ചെടി എന്ത് രസമാണെന്നറിയാം. ഇതിൻ്റെ ഈ ഇല, ഇതിൻ്റെ പൂവ് എടുത്തിട്ട് പേനയുടെ ക്യാപ്പ് വെച്ച് ഇതും ചെയ്യും കേട്ടോ. പേനയുടെ ക്യാപ്പ് വെച്ചിട്ട് എന്താ നമ്മൾ പൊട്ടൊക്കെ ഇങ്ങനെ പൊട്ടൊക്കെ കുത്തുമായിരുന്നേ. നോക്കണം നമ്മൾ ചെടിയൊക്കെ എടുക്കും, പൂവൊക്കെ എടുക്കും. വേണ്ട, നല്ല കളറല്ലേ. നിങ്ങളെ വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലെ കുറച്ച് സംഭവങ്ങളൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടംമാതിരി ചെടിയുണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഭയങ്കര വെയിൽ അതൊക്കെയുള്ളൂ ഇന്ന് കേട്ടോ. എനിക്ക് വയ്യ, ഇന്ന് സുഖമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുക്കുന്നത്. ഈ എന്ത് രസമുണ്ട് ഒരു കിളിമോള്. പിന്നെ വേണ്ട കണ്ട. അയ്യോ മോളെ ഇനി വന്നേടി. എന്ത് രസമാണെന്നറിയോ, എന്ത് ഭംഗിയാണ്. എന്നാ കണ്ടോ, ഞാൻ ഈ മോളുടെ പ്രായത്തിൽ 1 വയസ്സായപ്പോൾ ഞാൻ ഇതേമാതിരി ഒരു ചെടി ഞാൻ വാങ്ങിച്ചു നട്ടു കേട്ടോ. ചെടി ഞാൻ വാങ്ങിച്ചു നട്ടു. ഇത്ര ആയതായിരുന്നു. അതിനകത്ത് ഒത്തിരി പൂ വന്നേ. അത് നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ നോക്കടാ, എന്ത് ഭംഗി. പഴയ വീടിൻ്റെ അവിടെ കേട്ടോ. അന്ന് അതങ്ങ് പോയി. പിന്നെ ഞാനിത് ഈ ഒരു ചെടി എങ്ങും കണ്ടിട്ടില്ല. ചെടിക്കാരൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ ഇതേ ചെടി ഉണ്ടോയെന്ന് തപ്പുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ ഇടയ്ക്ക് ഇപ്പോൾ 3-4 വർഷമായി തോന്നില്ലയോ, എനിക്ക് 3-4 വർഷമായി ഈ ഒരു ചെടി എനിക്ക് കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ് അതിൻ്റെ പൂ കാണാൻ. നമുക്ക് ഇല്ല കൊന്ന പൂത്ത് കിടക്കുന്നത് മാതിരിയായി ഈ പൂ. എന്ത് രസം ഭംഗിയാണ്. ഇതും നോക്ക് എന്ത് രസമെന്ന് നോക്ക്, എന്ത് ഭംഗിയാണ്. പിടിച്ച് കെട്ടണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇങ്ങോട്ട് കാണാൻ നല്ല സൂപ്പറല്ലേ. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ കണ്ടോ, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഇവിടെ പന പൂത്ത അതിൻ്റെ കായ കേട്ടോ. നമ്മുടെ പാക്ക് മാതിരിയുള്ള ഇതാട്ടോ. ഇത് സംഭവം സൂപ്പറാണ്. നല്ല ചുമന്ന കളറിലാണ് ഇത് കിടക്കുന്നത്. ഇത് പഴുത്ത് വരുമ്പോൾ ഇത് ഒരു കൊല ഫുള്ള് പൂത്തു. മേളിൽ എന്താ പൂക്കൊലയും അതുമൊക്കെ വരുന്നത് കണ്ടോ. ഇത് രണ്ടും നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസമാണ്. എനിക്ക് കണ്ടിട്ടും രാവിലെ മുതൽ ഇതിൻ്റെ ചുവട്ടിലാട്ടോ. കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. ഇപ്പോൾ എന്ത് രസം നീ കണ്ടോ നിങ്ങൾ കണ്ടപ്പൂ കണ്ടോ. മഞ്ഞളിക്കൊമ്പൻ എന്ത് രസം. പൊഴിഞ്ഞു പോകുന്നു കേട്ടോ. രാവിലെ ഇവിടെ മഴ പെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. കണ്ടോ സൂപ്പർ പൂവല്ലേ. അടിപൊളി പൂവും അടിപൊളി പാക്കും. ഇതും അതുമാതിരി ഒരു ചെടി കേട്ടോ. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ചെടി കേട്ടോ. ഇതും നമ്മുടെ കൊന്നയുണ്ടല്ലോ, കണിക്കൊന്നയുടെ ഇതുണ്ടല്ലോ, അതിൻ്റെ ഒരു വേറൊരു തരം. ഇത് ഞാൻ വാങ്ങിച്ച് നട്ടതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പന്നിക്കുട്ടന്മാർ മൊത്തം ഫുള്ള് വന്ന് മറിച്ചിട്ടതാണ്. എന്നിട്ട് ആ മഴയുള്ള സമയത്ത് ഞാൻ അത് വീണ്ടും കുഴിച്ച് വെച്ച് എന്തായാലും തളർത്തുന്നുണ്ട് ഈ ചെടി. നല്ല ഭംഗിയാട്ടോ. നമ്മുടെ കൊന്നപ്പൂവിൻ്റെ കൂട്ട് തന്നെ ഇരിക്കും കേട്ടോ ആ പൂവ്. ഇച്ചിരി വലിപ്പമുണ്ട് അതിന്. സൂപ്പർ പൂവാട്ടോ. ഞാൻ ഇങ്ങനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോഴേ നാണക്കേടല്ലേ. വരുന്നൊരു വണ്ടി എൻ്റെ ഈശ്വര. ഞാൻ ഇങ്ങനൊന്നും നടന്ന് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടം. ഞാൻ കാണിച്ചു തരാം അത് കേട്ടോ. ഭയങ്കര സങ്കടമാണ്. ഞാൻ വലിയ ചെണ്ടറോസ ഞങ്ങളിവിടെ നട്ടായിരുന്നു. നമ്മുടെ റോഡിൻ്റെ ഈ സൈഡിലെ ഫുള്ള് ഉണങ്ങിപ്പോയി. ഒത്തിരി ആൾക്കാർ വന്ന് എന്നോട് ഇങ്ങനെ റോഡൊക്കെ പോകുമ്പോഴേ അവർ വന്ന് ചോദിക്കും കമ്പ് വേണം. അങ്ങനെ കൊടുത്തതാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ആ ചെണ്ടറോസ ഫുള്ള് മുഴുവനും അങ്ങ് ഉണങ്ങി. അതൊരു ഭയങ്കര സങ്കടം. ഞാൻ കാണിച്ചു തരാം. വല്ലാത്ത സങ്കടം. അപ്പോൾ മോളവിടെ നിന്ന് വെട്ടും. ഇതിൻ്റെ കമ്പേ നമുക്ക് പച്ച കിട്ടുവാണെങ്കിലേ അത് നമുക്കൊന്ന് നട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഒത്തിരി ദിവസം കൊണ്ടേ വിചാരിക്കുന്നു. ഇത് കണ്ടോ, ഇഷ്ടംമാതിരി പൂ പിടിച്ചതാ കേട്ടോ. ഇഷ്ടംമാതിരി പൂ പിടിച്ചതാ. പക്ഷേ ഇങ്ങനെ എവിടെ പോ മോനെ, ആരുടേത്?
എന്തോ കൊണ്ടുവന്നേ? ഇവിടെയാണെന്ന് അറിയാം എന്തുമാത്രം പൂ പിടിച്ചു. പക്ഷെ സംഭവം നല്ല അടിപൊളി ചെടിയാണ്. ദേ മൂടോടെ പോയി കേട്ടോ. എടാ ഓമയ്ക്കൂട്ട, നീ എന്നാ പഴുക്കുന്നതെന്ന് നോക്കി ഞങ്ങൾ നടക്കുകയാണ്. നീ എന്നാ പഴുക്കുന്നതെന്ന് നോക്കി ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ആരവിടെ? മതിലിൻ്റെ അവിടത്തോ ഓമയ്ക്ക പറിക്കുന്നത് നാട്ടുകാരെ. ഞങ്ങളാണേ കുയ്, നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് കേട്ടോ ഓമയ്ക്കൂട്ടന്മാരെ. എങ്ങും പോകരുത് കേട്ടോ. കിട്ടിയോ? പച്ച വല്ലതും കിട്ടിയെങ്കിൽ നമുക്ക് നടണം. അതേ കണ്ടോ, ഫുള്ള് നമ്മുടെ അങ്ങ് ഉണങ്ങിപ്പോയി. ഇതാണ് സംഭവം. മൊത്തത്തിൽ ഉണങ്ങിപ്പോയി. വെള്ളം ഒഴിച്ചിട്ട് പോലും അത് തളിരാവുന്നില്ല. അപ്പോഴും നമുക്ക് ഈ കമ്പ്, ആ കമ്പ് ചിലപ്പം കിളിക്കുമായിരിക്കും. പിന്നെ കണ്ടോ, ഈ എന്തുവാ ഇത്, നമ്മുടെ മോളെ കൈതച്ചെടിയാണ്. അപ്പുറത്ത് പിന്നെ അത് ഇവിടെ കൊണ്ടുവന്നാട്ടെ. ആ പച്ച മാത്രമേ എടുത്ത് കവറിനകത്ത് നട്ട് വയ്ക്കണം കേട്ടോ. കവറിനകത്ത് നട്ട് വയ്ക്കും. നമുക്ക് ഇവിടെയുണ്ട് പനയുണ്ടോ, മറ്റേ പന, ഇപ്പുറത്തെ പനയ്ക്കകത്ത് പഴുത്ത് പാക്ക്. സൂപ്പർ, അടിപൊളി. 2 പനയുണ്ട് നമുക്ക് കേട്ടോ. അതേ കാക്ക. പക്ഷേ ഞാനിത് ഒരെണ്ണം തറയിൽ വീണപ്പോൾ എടുത്ത് നോക്കി, ഭയങ്കര കട്ടി. എനിക്ക് എന്തോത്തിന് കൊള്ളാമെന്നൊന്നും അറിയത്തില്ല ഇത് കേട്ടോ. ഈ പനങ്കായ. കാക്കച്ചി ആരാടി അവിടെ പാത്തിരിക്കുന്നത്? ഇവിടെ വാടി. അവിടെ ഇരിപ്പുണ്ട് ഒരു കാക്കച്ചി. എൻ്റെ തെറ്റിക്കകത്ത് നിറച്ചും പോയി കേട്ടോ. ഇന്നാൾക്ക് പകുതി പോത്തതാണ്. വീണ്ടും ഇത്രയും പോയിട്ട് കേട്ടോ. കണ്ട റോസ് തട്ടല്ല, ഒറ്റത്തട്ടിൻ്റെ തെറ്റി. സൂപ്പർ. ഇതേണ്ട ഇവള് ഇഷ്ടമാതിരി പൂത്തിട്ട് സൂപ്പറാണ് കാണാൻ. പക്ഷേ ഈ കളറായിട്ടോ. എനിക്ക് മറ്റേ റെഡ് കളറുണ്ട്, ഇതും നല്ല സൂപ്പറാണ് കേട്ടോ. അതേണ്ട അടിപൊളിയാണ്. എത്ര പൂവുണ്ടെന്ന് നോക്കിയേ. 4, 6, 8, 10. ഇവർക്ക് വെയിലാണ് ഇഷ്ടമല്ലേ? വെയിലാണ്. ഞാൻ അവിടെ ഇരുന്നതാണ് കേട്ടോ. ഞാൻ ഇവിടോട്ട് എടുത്ത് മാറ്റി വെച്ചതാണ്. ഇവർക്ക് വെയിലാണ് ഇഷ്ടം. സൂപ്പറാണ്. വേറെ കളറൊക്കെ ഉണ്ടെങ്കിൽ ഇത് പക്ഷെ നന്നായിട്ട് എനിക്ക് വലുതായി കിട്ടി കേട്ടോ. ഈ ചെടി നന്നായിട്ട് വലുതായി കിട്ടി. വേറൊരാൾ കണ്ട ഇങ്ങനെ പൂത്തല്ല നിൽക്കുന്നത്. അടിപൊളി. ഇവളും അടിപൊളിയാണ് കേട്ടോ. സൂപ്പറാണ് കാണാൻ. ഇനി ഇതില്ല, പെൻസിലിൻ ചെടി കണ്ടോ. ഇന്നാളെ കൊണ്ടിട്ട മീനെ എല്ലാം പൂച്ച വന്ന് പിടിച്ചാൽ മെനഞ്ഞാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പൂച്ച പിടിച്ചോണ്ട് പോയി കേട്ടോ. അതിന് 2 ദിവസം കൊണ്ട് സമരത്തിലായിരുന്നു. സമരം എന്തായാലും ഒത്തുതീർപ്പിലായി. വീണ്ടും നമ്മൾ മീൻ മക്കളെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് കളറില്ലല്ലോ മോനെ. ഇവർക്ക് അത്ര കളറില്ല. ഇനി വലുതാവുമ്പോഴായിരിക്കും കളർ അറിയുന്നത് കേട്ടോ. ഒത്തിരി പേരുണ്ട്. അങ്ങ് പെട്ടെന്ന് ഇതായിക്കോളും. അങ്ങനെ സമരം ഒത്തുതീർപ്പായി. കണ്ടോ. സൂപ്പറല്ലേ കാണാൻ. നേരത്തെ നമ്മൾ അതിൻ്റെ ഈ പായലുണ്ടല്ലോ, പായലിട്ട് കൊടുത്തേ. പക്ഷെ പായലല്ല, അതിനകത്തിരുന്ന് പന്നലായിപ്പോയി. ഒത്തിരി ഉണ്ട് അല്ലേ? 10-20 ഉണ്ടോ മോനെ? 10-20 ഉണ്ടെന്ന് തോന്നുന്നു. വളരട്ടെ.